മെലിൻഡ എന്ന് പറഞ്ഞ ഈ സഹോദരി അമ്മച്ചി ചെയ്തിരിക്കുന്നത് അവരെന്താ ചോദിച്ചാൽ അവർ ഉടമ്പടിത്തേലും എടുത്തിട്ട് അറിയാലോ, ഉടമ്പടിത്തേലും 12 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക വൈൻഡിങ് പ്രേയർ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കുന്നത്. ഇവരിത് എടുത്തിട്ട് ഇവരുടെ കാലിൽ അപ്ലൈ ചെയ്യും. ആര്? മകൻ്റെ കാലാണെന്ന് യേശുക്രിസ്തുവിൽ പ്രഖ്യാപിച്ചിട്ട് ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പ്രഖ്യാപനമാണ്. എല്ലാം ക്രിസ്തുവിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിൽ ഈ കാല് എൻ്റെ മകൻ്റെ കാലാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു കരുതലാണ്. ഇപ്പം രക്തസ്രാവക്കാരോഗ്യം എന്താ പറഞ്ഞത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. ലുക്കാസ് വിശേഷം നോക്കിയേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം ദേവി, സ്തുതിക്കട്ടെ കർത്താവേ, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി സുവിശേഷം 9:21 അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി. എന്താണ്? എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഉള്ളിലെ വിചാരമായിട്ടാണ്. മെലിൻഡ എന്താ ചെയ്തിരിക്കുന്നത്? ഉള്ളിലെ വിചാരമാണ്. ക്രിസ്തുവിൽ തൻ്റെ പാദം മകൻ്റെ പാദമായിട്ട് ഉള്ളിൽ വിചാരിക്കുകയാണ്. ആരല്ലേ? ക്രിസ്തുവിലെ. ഇതാണ് ഈ ക്രിസ്തുവിൽ വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം വിദൂരസ്ഥരെ സമീപസ്ഥമാകുന്നത്. ആ സ്ഥലത്തിൻ്റെ വിശാലമായത്, ആ വലിയ സ്പേസ് ഷോർട്ടൻ ചെയ്യണത് അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും കർത്താവിൻ്റെ ശക്തി ഉണ്ടെന്ന് എത്രയോ പേര് കർത്താവിൻ്റെ വസ്ത്രത്തേക്ക് തിക്കി ഞെരിഞ്ഞപ്പോഴേ അവർ അപ്പോസ്തലന്മാർ ചോദിക്കുന്നുണ്ട്, നിന്നെ തിക്കി ഞെരിക്കുന്നില്ലേ? ആയിരക്കണക്കിന് മനുഷ്യർ നിൻ്റെ വസ്ത്രത്തെ പോലും സ്പർശിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ഒരു സൗഖ്യമില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അതായത് ഈ ഉള്ളിൽ വിചാരിപ്പിലാണ് വിഷയം ഇരിക്കുന്നത്. 10,000 പേര് കർത്താവിനെ ഞെരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലാരാണ് ഉള്ളിൽ വിചാരിക്കണത് അവർക്കാണ് അനുഭവം വരണത്. രക്തസ്രാവക്കാർ രോഗി വിചാരിച്ചു, വെറുതെ വിചാരിച്ചതല്ല. എന്താണ്? വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും പവറായിരിക്കും, ഡിവൈൻ പവറായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം, അതാണ് വിചാരിപ്പെന്ന് പറയണത്. ഈ വിചാരിക്കുന്നതിനെ നമ്മളങ്ങനെ വിചാരിക്കുമ്പോഴേ അതിൽ ഉള്ളത് എന്താണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം മെലിൻഡ ചേച്ചി എന്താ ചെയ്തത്? കർത്താവിൽ അവൾ വിചാരിച്ചു, എൻ്റെ മകൻ്റെ കാലാണിതെന്നും പറഞ്ഞ് വിചാരിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ലെവലാണ്. എന്നിട്ട് അവരുടെ കാലിൽ ഉടമ്പടി തൈലം 10 സ്ഥലത്ത് ഇങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി തൊടുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴവിടെ തന്നെ പെട്ടെന്ന് മാം വിളിക്കും, അമ്മേ എനിക്ക് എല്ലാ വേദനയും മാറി, ആ ആണി അടന്നു പോയെന്ന് പറയും. എവിടെയാണ്? സ്പെയിനില്ലേ. ഈ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സാക്ഷ്യം ക്യാച്ച് ചെയ്ത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല സാക്ഷ്യങ്ങൾ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പണ്ടിതുപോലെ വല്ലാത്ത ഉദരവേദന ഉണ്ടായിരുന്ന മകൾ നാട്ടിലില്ല. അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടുണ്ട്, അത് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പല സാക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ടത്. മകൾക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷെ മകൾ നാട്ടിലില്ല. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി യേശുക്രിസ്തുവിൽ പ്രഖ്യാപിക്കും. ഇതെല്ലാം ഒരു പ്രഖ്യാപനം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനമാണ്.
എന്താണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനം വരണത്? എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അതെല്ലാം നമ്മൾ അറിയണം. എന്താണ്? യേശു കർത്താവാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആദിമസഭയാണ് ഇത് കണ്ടുപിടിച്ചത്. അഥവാ ആദിമസഭയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഇത് നൽകിയത്. കാര്യം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കും. പിന്നെന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങളാണ് ഈ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം സഭയിലുള്ളത്. ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റു പറയണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നമ്മൾ. എന്താണ്? ദൈവം അവന് മരിച്ചുവെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം വന്നിരിക്കുന്നത്, ഹൃദയത്തിലാണ്. അപ്പം അത് റോമ 10:9 ഒരു വല്ലാത്ത വചനമാണ്. അതിലാണല്ലോ ഈ ഉടമ്പടിത്തേലെല്ലാം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് ഉടമ്പടിത്തേലം തേക്കുമ്പോൾ എങ്ങനെയാണ് ആണി രോഗമാണ് പോണത്? അതല്ല പ്രശ്നം. ഉടമ്പടിത്തേലൊക്കെ ഒരു മീഡിയമാണ്. ആ മീഡിയം ഉപയോഗിക്കണത് എന്താണ്? ഞങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലിയും യേശുവിൻ്റെ നാമത്തിലാണ് അത് ആശീർവദിക്കണത്. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വിശുദ്ധ മീഡിയമായിട്ട് പ്രവർത്തിക്കുകയാണ്. സാധാരണ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണ പോലെ അല്ലത്. അത് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെന്താ ചെയ്തിരിക്കണത്? ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട്. ഇപ്പോൾ എന്താണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്? ഞാൻ ഒരു 21 ലക്ഷം മനുഷ്യരെ കർത്താവിന് വേണ്ടി കൗൺസിൽ ചെയ്തൊരു കപ്പാസിറ്റിയാണ്. പിന്നെ എന്താ കപ്പാസിറ്റി? എൻ്റെ ഒരു നല്ല കാലത്ത് 2004 പരിശുദ്ധ അമ്മ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവം എനിക്കൊരു യോഗ്യത തന്നൊരു കപ്പാസിറ്റിയാണ്. ഞാനത് വലിമയായിട്ട് പറയണതല്ല, ഒരു സാധനം. പക്ഷെ അതിലേക്ക് വന്നത് എന്താണ്? അതിലേക്ക് വന്നത് ദൈവത്തോടുള്ള കുഞ്ഞുനാൾ മുഴുവനും കർത്താവിന് മഴയത്താണ് ഞാൻ പള്ളിയിൽ പോകണമെങ്കിലും കുർബാന കൊടുക്കാൻ വേണ്ടി വൈദികരെതിരെ വരികയാണെങ്കിൽ കുർബാന കൊടുക്കാൻ വേണ്ടിയാണ്, രോഗികൾക്ക് കുർബാന കൊടുക്കാനാണ് വൈദികൻ പോകണമെന്ന് കണ്ടാൽ ഞാൻ അവിടെ നനഞ്ഞ മണ്ണിനായാലും മുട്ടേ നിൽക്കും. അതൊരു ബന്ധമാണ് ശരിക്കും. ഇത് പുതുതായിട്ട് അച്ഛനായതിനു ശേഷം ഉണ്ടായൊരു ബന്ധമല്ലത്. അത് നല്ല കത്തോലിക്ക ചൈതന്യമുള്ള പാവപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഇന്ന് പകർന്നു കിട്ടിയതാണ്. ഈശോയാണ് പോണത്, നീ മുട്ടേ നിൽക്കണമെന്ന് മാതാപിതാക്കന്മാർ പകർന്നു തന്നതാണ്. ഇന്ന് എല്ലാം നമ്മൾ പകർന്നു കൊടുക്കും മാതാപിതാക്കന്മാർ, യേശുവിനെ ഒഴിച്ച്. അവരെ കുറ്റം വരെ മക്കളെ കുറിച്ചൊരു കാര്യമില്ല. നമ്മളെല്ലാം മക്കൾക്ക് പകർന്നു കൊടുക്കും. എന്താണ് നമ്മൾ കൊടുക്കാത്തത്? യേശുവിനെ ഒഴിച്ച്. യേശുവിനെ പകർന്നു കൊടുക്കാൻ നമ്മൾക്കറിയണം. അതിനാണ് ഇതുപോലുള്ള ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ പകർന്ന് കിട്ടിയാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്ന് അകന്ന് പോകത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ ഞാനത് അറിയാതെയാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത്, എന്നിട്ട് ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, സുനാമി നടക്കുമ്പോൾ ഞാൻ ആലപ്പുഴ അന്ധകാരനഴി മുഖത്ത് നിൽക്കുകയാണ്. 2ാമത്തെ സുനാമിക്ക്. 3ാമത്തെ സുനാമി വരാൻ പോകുന്ന റേഡിയോയിൽ ടെലിവിഷനിലും വിളിച്ച് പറയുമ്പോൾ ജനം കിട്ടിയതും പെറുക്കിക്കൊണ്ട്, കൈ കിട്ടിയത് ആട് പശുവിനെയൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയെ കയറ്റി ആടിനെയൊക്കെ കയറ്റി ആടിനെ സൈക്കിളെ വെച്ചൊക്കെ കിട്ടിയതും പെറുക്കൊണ്ട് പോകുന്ന വലിയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. എങ്ങനെയാണ് അഭയാർത്ഥികൾ പോകുന്നതെന്ന്, എൻ്റെ തീരെ നാട് എങ്ങനെയാണ് ഒഴിഞ്ഞു പോണതെന്ന് നമുക്ക്. അതായത് അവിടെ ആ സമയത്ത് KR ഗൗരിയമ്മ വന്നു, മന്ത്രിയാണെന്നവരെ. അവിടെ ഈ പോലീസും പട്ടാളം എല്ലാം വന്നവിടെ, പോലീസൊക്കെ വന്നു. പക്ഷേ 3ാമത്തെ തിര വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഒരു കണക്കിനാണ് മന്ത്രി അവിടെ നിന്ന് പോയത്. പോലീസിനെ കാണാനില്ല. ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, 3ാമത്തെ തിരയുടെ അവസ്ഥ അറിയാമല്ല, റേഡിയോയിൽ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, വെള്ളാങ്കണ്ണിപ്പള്ളി പോലും കടൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണ റിപ്പോർട്ടല്ലേ. അന്തരീക്ഷം തന്നെ എല്ലാം മാറിപ്പോയി. നമ്മളിപ്പോൾ കാണുന്ന അന്തരീക്ഷം അല്ലത്. ഭയങ്കര കാർമേഘം കയറി ശീതക്കാറ്റടിച്ചിട്ട് കടലിങ്ങനെ കറുത്തുരുണ്ട്
പെരുണ്ട് വരുന്ന ഒരു സംഭവമാണത്. ആ സമയത്ത് മൂന്നാമത്തെ 10:10 മൂന്നാമത്തെ വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സുണ്ട്. ആൾക്കാർ ഒത്തിരിയുണ്ട്, ഒരു കഥയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന മസിലില്ലേ, അതിനെക്കൊണ്ട് അടക്കാനേ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും സംഭവിക്കാത്തോളം കാലം കേമന്മാരാണ്, ഞങ്ങൾ ഭയങ്കര സംഘടനാ പ്രാപകരാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു വിഷയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാനങ്ങനെ ആ മനുഷ്യന്മാർ അവിടെ കടപ്പുറത്ത് തടിച്ചു കൂടിയ മനുഷ്യരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പോൾ എനിക്കെന്താണ്, എൻ്റെ മുമ്പിൽ മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിതുപോലെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് ഞാൻ കടപ്പുറത്ത് നിൽക്കിയിരുന്നു. ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഞാനും കൂടി കടലിലോട്ട് നടന്ന് ചെന്നിട്ട് അവിടെ മുട്ടിൽ നിന്ന്, കൈ കോർത്ത് മുട്ടിൽ നിന്ന്. കാര്യം എൻ്റെ മനസ്സൊരു വചനം ഉണ്ടായിരുന്നു, കടലിനെ ഓടാമ്പൽ വഹിക്കുന്നത് കർത്താവാണെന്ന് ജോബ് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ ആ വചനം അങ്ങനെ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് നീയാണ്. കർത്താവേ, ആ ഓടാമ്പൽ വീണ്ടും തിരിച്ച് വെക്കണേ, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. അതാണ് പ്രാർത്ഥന, അത്രേ ഉള്ളൂ. പക്ഷെ ആ വാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വചനമുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനമിരിക്കുന്നത്. ക്ഷോഭിക്കുന്ന കടലിനെ പ്രാർത്ഥിക്കാൻ ആ വാക്കിൻ്റെ ഉള്ളിൽ ശാന്തതയുടെ ദാനം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശാന്തത വലിച്ചൂരി എടുക്കുന്നതാണ് പ്രശ്നം, വിശ്വാസം. ഈ ശാന്തത എന്താണ്? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വചനം എന്താണ്? ഒരു ക്ലെയിമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ചു, കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ആർക്കാണ്? സമുദ്രത്തിന്. അപ്പം എന്ത് അധികാരം സൂര്യതാപമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പറഞ്ഞാലും, ഇതിനൊക്കെ കർത്താവിൻ്റെ കയ്യിൽ അതിനൊക്കെ ഒരു നിയന്ത്രണത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അതാണ് ഓർത്തത്. ജീവിക്കാൻ വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സമയമാണ്. അത് പ്രഖ്യാപിക്കാൻ കർത്താവ് ആ സമയത്ത് തോന്നിച്ചതാണ്. അതാണ് ഞാൻ ആസ്തി എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇങ്ങനെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അവിടെ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് സഭയ്ക്ക് എതിരെയൊക്കെ ഓരോരുത്തർ. ഇന്ന് കേരളത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായ രീതിയിൽ മോശമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ഇപ്പം ഒരു 10-15 കൊല്ലമേ ആയുള്ളൂ. അതായത് പണ്ട് ഇങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായി വന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ പ്രത്യേക ഒരു വിഭാഗം, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രത്യേക തീവ്ര വിഭാഗങ്ങൾ, അത് ഇന്ന മതം എന്ന് പറയണില്ല, ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും തീവ്ര വിഭാഗങ്ങളെ മനുഷ്യൻ്റെ സമാധാനം ശരിക്കും ഭീഷണിയാകുമ്പോഴാണ് വ്യത്യസ്തമായ കാലാവസ്ഥകൾ, സാമൂഹ്യ കാലാവസ്ഥകൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അങ്ങനെ അതിനെതിരെ പ്രതിരോധിക്കുക, അതിൻ്റെ രീതിയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതുന്ന ആൾക്കാർ അതതിൻ്റെ വിഷയമായിട്ട് പോകും. പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. ലംബാർഡ്സ്, വിസിഗോട്സ്, മൂർസ് അങ്ങനെയുള്ളവരെല്ലാം നാഗരികതയെ ചവിട്ടിക്കൂട്ടുന്ന കാലത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ യൂട്യൂബിലൂടെ ഒരു പ്രസംഗം കാച്ചുകയാണ് ചെയ്തതല്ല. എന്താ ചെയ്തത്? ക്ലാരപ്പുണ്യാളത്തിൽ ചെന്നിട്ട് ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ലംബാർഡ്സിൻ്റെ വിസിഗോട്സിൻ്റെ നേരെ, കൊള്ളക്കാരുടെ നേരെ മഠമാക്രമിക്കാൻ വന്ന, നാട്ടിൽ കൊള്ളക്കാരും തീവപ്പും നടത്തിക്കൊണ്ടിരുന്ന കണ്ണിബാൽസ് പോലെ, അതിൻ്റെ അകത്ത് നരഭോജികൾ പോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവിടെ നേരെ കർത്താവിൻ്റെ ദിവ്യകുർബാന കാണിക്കുകയാണ് ചെയ്യണത്.
ആ ദിവ്യകൃപാനയിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചിട്ട് അവർക്ക് വേറെ ചില കാര്യങ്ങൾ അവർ പട്ടാളത്തിൻ്റെ വലിയ ബ്രിഗേഡ് നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ നഗരം വിട്ടു പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാളാണ്. തോമസ് അക്വീനാസിനോട് മാർപ്പാപ്പ ഗ്രിഗറി പറഞ്ഞു, നിങ്ങൾ ബ്ലെസ്സഡ് സാക്രമെന്റിനെ കുറിച്ചൊരു വചനം ഒരു 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 പാട്ടെഴുതാൻ പറഞ്ഞു, ഒരു ഹിം എഴുതാൻ പറഞ്ഞു. തോമസ് അക്വീനാസിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ദിവ്യകൃപാനയുടെ വലിയ ഭക്തനാണ്. ദിവ്യകൃപാനയുടെ പണ്ഡിതനല്ല, ഒരു കഥയില്ല അതിൻ്റെ അകത്ത്. ദിവ്യകൃപാനയുടെ ഭക്തൻ. കാര്യം പാണ്ഡിത്യമെല്ലാം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മളതിനെ വിശ്ലേഷിച്ച് ഉള്ളി പൊളിച്ചില്ലാതെ അടക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ അവരെന്താണ്, അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് രാജ്യസേവകൻ പോണത്. അവൻ പറഞ്ഞ വാക്കെങ്ങാനും പഠിച്ചുകൊണ്ട് പോയെങ്കിൽ അവൻ്റെ കാര്യം പോക്കായിരുന്നേനെ. രാജ്യസേവകൻ്റെ വൃത്തിയിൽ എന്താ ചെയ്തിരിക്കണത്? രാജ്യസേവകൻ എന്താ ചെയ്തിരിക്കണത്? നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. 4:50 എന്താ പറയണത്? അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. ആ തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. ഞാൻ ഓർക്കണേ, അവൻ പറഞ്ഞത് എങ്ങാനും പഠിക്കാനാണ് അവൻ പോയിരുന്നെങ്കിൽ അവൻ്റെ കാര്യം മകൻ്റെ കാര്യം പോക്കായിരുന്നു. കാര്യം ഇത് പഠിക്കുന്നതിലൂടെയല്ല നമുക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത്. ആ വചനത്തിലാണ് വിശ്വസിക്കണം നമ്മൾ. വചനത്തിൻ്റെ ഇതൊന്നും വേണ്ടെന്നല്ല. പ്രബുദ്ധമായ ഒരു ആധ്യാത്മികതയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലല്ല, അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്, അതിൻ്റെ കവറിങ്ങാണ്. ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കവറിനാണ് നമ്മൾ തിന്നണത്, ബിസ്ക്കറ്റാണ് തിന്നണത്? അതാണ് വിഷയം. ഒരു ബിസ്ക്കറ്റ് നമ്മുടെ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കിട്ടി, ഒരു ആപ്പിൾ കിട്ടി, തൊലിയൊക്കെ ചേർത്ത് കളഞ്ഞിട്ട് ആപ്പിൾ കഴിക്കും. ചില ആൾക്കാർ അല്ലാതെയും കഴിക്കും. ഓറഞ്ച് തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇത് പഠനങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അതിൻ്റെ കവറിങ്. കാമ്പല്ല, കാമ്പ് വേറെ, കവറ് വേറെ. അതായത് കാമ്പെന്ന് പറയണത് കർത്താവ് തന്നെയാണ്. എന്താണ്? വചനമല്ല, അവൻ പറഞ്ഞ വചനം. ആര്? ക്രിസ്തു പറഞ്ഞ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ജീവിതത്തിലെ അങ്ങ് പറഞ്ഞ വചനം രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ വിശ്വസിക്കുവാൻ, നടപ്പിൽ വരുത്തുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന റോമ 10:9 വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ആ വിശ്വാസത്തെ എന്റെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധികളിലേക്ക് യേശുനാമത്തിലെ പ്രഖ്യാപിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. ഏകാഗ്രതയോടുകൂടി കർത്താവിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുകയും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് കർത്താവിൻ്റെ തിരുസേനയെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ അങ്ങയുടെ വചനങ്ങളെ വിശ്വസിച്ച് നടപ്പിൽ വരുത്തുവാൻ എനിക്ക് ശക്തി തരണം. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുവാൻ എനിക്ക് ശക്തി തരണം. ദൈവം അവനെ
മരിച്ചോട് ഉയർപ്പിച്ചത് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ശക്തി തരണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വചനത്തിൽ വിശ്വസിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വചനത്തിൽ ചെറിയ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ വലിയ വിശ്വാസമുണ്ട്. ഇസ്രയേൽ പോലും കണ്ടിട്ടില്ലെന്ന് നമ്മൾ ശതാധിപൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഈശോ പറഞ്ഞില്ലേ? അതായത് ഇത്തരം വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇസ്രയേലിലുള്ളതിനേക്കാൾ വലിയ വിശ്വാസമാണ്. അപ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിശ്വാസം ഇസ്രയേലിലുള്ളത് ആർക്കാ? എബ്രാഹത്തിനാണ്. എബ്രാഹത്തിനെയും കൂടി കൂട്ടിയാണെങ്കിൽ പറയണം. എബ്രാഹത്തിനെയും കൂടി കൂട്ടിക്കൊണ്ടാണ് പറയണത്. ശതാധിപൻ്റെ ഒരു റേറ്റിംഗ് ഭയങ്കരമായി പോയി. ആദ്യമായിട്ട് എബ്രാഹത്തിൻ്റെ വിക്കറ്റ് വീണ ഇവിടെ വെച്ചാൽ എന്താണ്, ഇസ്രയേലിൽ പോലും കണ്ടിട്ടുള്ളത്. നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെ വായിച്ചു വിടാം. പക്ഷേ ഇസ്രയേലിൽ ആരാ ഉള്ളത്? എബ്രാഹാം മുതൽ മോശ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇസ്രയേലിലുള്ള ആൾക്കാരാണ്. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഇന്ന് ആ കാലങ്ങളിലുള്ള ഇസ്രായേൽക്കാരാണെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കറിയത്തില്ല. അത് ഈശോ തന്നെയാണ് വെളിപ്പെടുത്തി തരേണ്ടത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്രായേലാണോ, ആ കാലങ്ങളിലുള്ള ടോപ്പോഗ്രഫിക്കൽ ഇസ്രായേലാണോ, അതോ എസ്തംബോറയായിട്ട് വരുന്ന, അതായത് ചരിത്രാതീത കാലം മുതലുണ്ടാകുന്ന ഇസ്രായേലാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഈശോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ ഫെയ്ത്ത് വലിയ ഫെയ്ത്താണെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. ഈ വിശ്വാസം ഭയങ്കര. അപ്പം അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? ശ്രദ്ധിക്കുക, വിശ്വാസത്തിൽ തന്നെ ഗ്രഡേഷൻസ് ഉണ്ട്. പക്ഷേ പലതരത്തിലുള്ള നിലവാരമുള്ള വിശ്വാസമുണ്ട്. ഇപ്പം എന്താണ്, ഇപ്പം 4:50 നമ്മൾ വായിച്ചത്, രാജസേവകൻ കർത്താവ് പറഞ്ഞ വചനം വിശ്വസിച്ചാണ് അവൻ പോയത്, അല്ലേ? കർത്താവ് പറഞ്ഞ വചനം വിശ്വസിച്ചാണ് അവൻ പോയത്. പക്ഷേ ചില സമയത്തൊരു വിഷയമുണ്ട്. ചില വചനങ്ങൾ വിശ്വസിച്ചാലും ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല. നല്ല വിശ്വാസമുണ്ടാകും, പക്ഷേ വചനം ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല. ഇതൊരു പ്രശ്നമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവതരമായ രീതിയിൽ സമീപിക്കേണ്ടതാണ്. ചില വചനങ്ങൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാകും, പക്ഷെ ചില വചനങ്ങൾ ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ പത്രോസിൻ്റെ 16:16 ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമയോൻ മറുപടി പറയും. 16:16 എന്താ പറയണത്? ശിമയോൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴും അറിയാമല്ലോ, ശിമയോൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താ പറയണത്? ശിമയോൻ എന്ന് പറഞ്ഞ ആളാണ് സൈമൺ ദ പീറ്റർ, അതായത് പത്രോസ്, അതായത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. അപ്പോൾ ഈശോ പറയും, 16:17 വരുമ്പോൾ പറയും, ശിമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പം വിശ്വാസം ഉണ്ടല്ലോ ശിമയോന്, ഉറപ്പല്ലേ? ഇപ്പം എന്താ നമ്മുടെ സബ്ജക്റ്റ്? ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ അനേക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് അച്ഛൻ പറയണത് മനസ്സിലായോ? അപ്പോൾ അവിടെ പിന്നെ എന്താ വേണ്ടത്? എന്താ വിശ്വാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് അച്ഛൻ പറയാൻ കാരണം എന്താണ്? ഇപ്പം നമ്മുടെ രാജ്യസേവകൻ്റെ വിഷയം എന്താണ്? യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ
യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ പോയി. അവനാ മകൻ ജീവിച്ചത്. അപ്പോൾ അവിടെ വിശ്വാസം മതിയായിരുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഈ ശമയോനേക്കാൾ, ഈ രാജസേവകനേക്കാൾ വലിയ വിശ്വാസം നടത്തിയ ആരാണ്? ശമയോന. ശമയോൻ എന്താ പറയുന്നത്? യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് നീ. അതിനേക്കാൾ വലിയൊരു വെളിപാടില്ല. അപ്പോൾ യെസ് 16:17 വായിച്ചോളൂ. യോനായുടെ പുത്രനായ ശിമയോനെ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോഴേ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? വേറെ ഒരാൾ കൂടി ഈ വിശ്വാസത്തിൽ കക്ഷിയാകുന്നുണ്ട്. രാജസേവകൻ്റെ ഭൃത്യൻ്റെ രാജസേവകൻ്റെ വിശ്വാസത്തിൽ ഈ ആളിപ്പോൾ ഈ ശമയോൻ്റെ വിശ്വാസം വന്ന ആളില്ലായിരുന്നു. ആരാണ്? പിതാവായ ദൈവം. ഇപ്പം വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് മാറി അവിടെ. എന്താണ്? യോനായുടെ പുത്രനായ ശമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈ ക്രിസ്തീയ ജീവിതത്തിലെ പിതാവിന് വല്ലാത്ത ഒരു റോളാണ്. അത് ഞാൻ പിന്നീട് പതുക്കെ പറയാതെ, നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ABCD ക്രിസ്ത്യാനിയായിട്ടിരിക്കും. ബേസിക് ക്രിസ്ത്യൻസ്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ ബേസിക് കോഴ്സ് എന്ന സംഭവമുണ്ട്. ബേസിക് കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ മാർക്ക് കിട്ടി പോകുന്ന ആളാണ് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഉന്നതമായ പഠനത്തിലൊന്നും അവർ യോഗ്യരല്ല. അതുകൊണ്ട് ബേസിക് കോഴ്സ് എന്ന് പറയും. ഇനി കർത്താവ് ഉദ്ദേശിക്കണ എന്താണ്? ഈ രാജസേവകൻ്റെ വിശ്വാസത്തിൽ വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമില്ല. എന്താണ്? യോഹന്നാൻ 4:50 എന്താ പറയണത്? കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ പോയി. കർത്താവിനും വിശ്വസിച്ചു, അവൻ്റെ വചനത്തിലും വിശ്വസിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ മാറി. പത്രോസിൻ്റെ ഫെയ്ത്തിൽ വന്നപ്പോഴെന്താ പറയണത്? പത്രോസിനോട് എന്താ പറയണത്? ശമയോനെ, മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞ ശമയോനെ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോഴിനി വിശ്വാസത്തിൻ്റെ ലെവല് മാറുകയാണ്. എന്താണ്? ഇവനങ്ങ് റോക്കായിട്ട് ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഈശോ തിരിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? യു ആർ റോക്ക്, നീ പാറയാണ്. അപ്പം ക്ലിയറായില്ലേ? ഈ പാറമേൽ, നിൻ്റെ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ തിരുസഭയെ പണിയും. ഒരു വാഗ്ദാനമാണ്. അപ്പം ശമയോൻ്റെ വിശ്വാസം കണ്ടല്ലോ. ഈ വിശ്വാസം തന്നെയാണ് ഒരു ചെറിയ സ്ട്രോക്ക് വരുന്നതോടുകൂടി പിറ്റേ ദിവസം ശമയോൻ്റെ വിശ്വാസം അടിസ്ഥിതിൽ വീണ കാണാം. അതെവിടെയാണ് വീണത്? പീഡാനുഭവ പ്രവചനങ്ങൾ നമുക്ക് നോക്കാമല്ലോ. അത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മത്തായി 16:21 വായിച്ചോളൂ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരും. താൻ വധിക്കപ്പെടുമെന്നോ എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്ന് ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അടുത്ത വചനം വായിച്ചേ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴേ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ദൈവം കനിയട്ടെ, കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതായത് പെട്ടെന്ന് ആ വിശ്വാസത്തിൻ്റെ ക്ലാസ് ചേഞ്ച് ചെയ്ത്, ഇല്ലേ, അപ്പർ പ്രൈമറിയിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് മാറുമ്പോൾ
പുതിയ സബ്ജക്റ്റുകൾ വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം വരുമ്പോഴേ നിങ്ങൾ ഉടനെ ഞാൻ ഇത്രയും വിശുദ്ധമായിട്ട് ജീവിച്ചല്ലോ, കർത്താവിനെ ഞാൻ കണ്ടല്ലോ, സ്വപ്നത്തിലാണെങ്കിലും കർത്താവിൻ്റെ നീ സാക്ഷ്യം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞിരിക്കരുത്. ദൈവം നിൻ്റെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിത്യത ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. നീ ഇപ്പം കാണുന്ന മക്കളുടെ ജോലിയും വീടും വിവാഹവും അതൊന്നും അല്ല. അതെല്ലാം ചത്തുകെട്ട് പോകും, ചിമിത്തേരി പോകും, ഒന്നുമില്ല. അവസാനം 75 കൊല്ലം കഴിയുമ്പോൾ ഒന്നുമില്ലേ, ഒരു സംഭവമില്ല. ഓർമ്മ പോകുമ്പോൾ തന്നെ എല്ലാം പോയില്ലേ. ആദ്യം പോണത് രുചിയാണ്, ഇല്ലേ, നാക്കിൻ്റെ രുചി. അപ്പോൾ തന്നെ ഭക്ഷണമെല്ലാം ക്ലിയറായി. പിന്നെ എന്താ പോണത്? കൈയും കാലും വിറക്കുമ്പോൾ തുണി കൊടുക്കാൻ പറ്റത്തില്ല, അപ്പം തുണിയുടെ കാര്യം തീരുമാനമായി. ഇങ്ങനെ ഓരോ കാര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പോയി, തുണി പോയി, അവസാനം എന്ത് പറ്റി? ഓർമ്മയും പോയി. തീർന്നില്ലേ? ഞാൻ എപ്പോഴും ഒരു ഓർക്കുകയും ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആരാണ്, ഒരു അൾഷിമേഴ്സ് വന്നൊരു പ്രസിഡൻ്റായിരുന്നു, റീഗൻ്റെ അടുത്ത് വൈഫ് വരുമ്പോഴേ ഹൂ ആർ യു എന്ന് ചോദിക്കും. തീർന്നില്ല പരിപാടി. റീഗനും നാൻസിയും കൂടി മാർക്കറ്റിങ്ങിന് പോയതുപോലും BBC ഭയങ്കര വാർത്തയ്ക്കൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അൾഷിമേഴ്സ് വന്ന് കഴിയുമ്പോൾ വൈഫ് അടുത്ത് വരുമ്പോൾ ഹൂ ആർ യു എന്ന് ചോദിച്ചുള്ള അവസ്ഥ എന്താ? തീർന്ന്. അന്ന് വരെയുള്ള സ്നേഹങ്ങളോ ഐക്യങ്ങളോ നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും അൾഷിമേഴ്സ് വരുന്ന സംഭവമാണ്. ഒരു കഥയെ വരും. നിങ്ങൾ ആർക്കെങ്കിലും അമിത പ്രാധാന്യം കൊടുത്താൽ ഒരു അൾഷിമേഴ്സും റെഡി ആയിരുന്നു വെച്ചാൽ മതി. ആർക്കെങ്കിലും അമിത പ്രാധാന്യം കൊടുത്താൽ അൾഷിമേഴ്സ് ഉറപ്പാണ്. ഓർമ്മ കൊണ്ടെല്ലാം പോകും. ഓർമ്മ പോകുമ്പോൾ തീർന്നില്ലേ? പക്ഷേ ഇത് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് പറയാം, ആരെല്ലാം ഓർത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഓർക്കും. ചിലപ്പോൾ നിൻ്റെ ഭാര്യ നിന്നെ ഓർക്കത്തില്ല, ഭാര്യയ്ക്ക് അൾസൈമേഴ്സ് ഒന്നായിരിക്കും മരിക്കാൻ പോണത്. ചിലപ്പോൾ ഭർത്താവ് നിന്നെ ഓർക്കത്തില്ല. ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കണ എത്ര ദിവസങ്ങൾ. എൻ്റെ അപ്പൻ 24 ദിവസം ഓർമ്മയിലായി കിടന്നു. മരിക്കണ സമയത്ത് എത്രയോ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും ആരെയും ഓർക്കണില്ല, ആരെയും അറിയണമില്ല. വെറുതെ ഇങ്ങനെ ഡെഡ് ബോഡി പോലെ കിടന്ന് ശ്വാസം മാത്രമേ എടുക്കും, അത്രയേ ഉള്ളൂ. ഓർമ്മ പോകും. ഈ ഒരു സിറ്റുവേഷനിൽ മനുഷ്യനെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ആരെല്ലാം ഓർത്തില്ലെങ്കിലും അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അതൊക്കെ ആ വചനം വായിക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയും വസതി. കാര്യം സിറ്റുവേഷൻ ഇതാണ്. ഈ ലോകത്ത് നമ്മളിങ്ങനെ ദൈവത്തെ മറന്നുകൊണ്ട് എല്ലാവരെയും ഓർപ്പിച്ച് നമ്മൾ നടക്കും. ഒരു മിസ് കോൾ അടിച്ച് എല്ലാവരും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിനക്കൊരു മിസ് കോൾ തിരിച്ചടിക്കുമ്പോൾ തീർന്ന പരിപാടി. ആരും ഓർക്കത്തില്ല. എല്ലാം ഒരു അവനീ വാഴ്വ കിനാവ് കഷ്ടമെന്ന് പറഞ്ഞ പോലെ പോവും. ഒരു കിനാവിൻ്റെ ബാധ്യത ഇതുപോലെ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈ 49:15 ഒന്ന് വായിച്ച് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു ബില്യൺ വചനമാണത്, അല്ലേ? അതായത് അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ ദൈവത്തെ ഒരു മനുഷ്യൻ മറക്കുന്നിടത്ത് വെച്ച് അവൻ മരിച്ചിരിക്കും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദൈവമക്കളെയും അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈവിടുമോ Oh
ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ.